മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് യുക്രൈനിലെ നൊവാഖാക്കോവ ഡാം റഷ്യ തകർത്തെന്ന് യുക്രൈൻ 5 മണിക്കൂറിനുള്ളിൽ ജനവാസ മേഖല മുങ്ങുമെന്നുള്ള ആശങ്കയിലാണുള്ളത്. യുക്രൈൻ തന്നെയാണ് ഡാം തകർത്തെന്നാണ് റഷ്യ. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആൻസില ചേരുന്നുണ്ട്. ആൻസില, എപ്പോഴാണ് ഡാം തകർന്നത്? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, റഷ്യയും യുക്രൈനും ഇപ്പോൾ പരസ്പരം ഈ ഡാം തകർന്നതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോവിയറ്റ് കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരു ഡാമാണിത്. നോവാഖാക്കോവ എന്നാണ് ഈ ഡാമിൻ്റെ പേര്. ഇത് ഇപ്പോൾ റഷ്യൻ അധീനതയിലുള്ള യുക്രൈൻ പ്രദേശമായ കെർസോണിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ആസൂത്രിതമായ ആക്രമണമാണെന്നാണ് ഇപ്പോൾ റഷ്യയും യുക്രൈനും പരസ്പരം കുറ്റപ്പെടുത്തുന്നത്. ഇത് റഷ്യയുടെ പേരിൽ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി ഇപ്പോൾ യുക്രൈൻ തന്നെ ഈ ഡാം തകർത്തതാണെന്നാണ് റഷ്യക്കാർ ആരോപിക്കുന്നതെങ്കിൽ റഷ്യക്കാരാണ് ഈ ഡാം തകർത്തതെന്നാണ് ഇപ്പോൾ യുക്രൈൻകാർ ആരോപിക്കുന്നത്. അതിനാൽ തന്നെ ഡിനിപ്രോ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം തകർന്നതിനെ തുടർന്ന് ഈ നദിയുടെ കരയിലുള്ള ഏകദേശം 10,000-ഓളം ആളുകളെ ഇപ്പോൾ ഒഴിപ്പിക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഭയപ്പെടേണ്ട അത്രയും വലിയൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രധാനമായും 30 മീറ്റർ ഉയരവും 3.2 കിലോമീറ്റർ നീളവുമുള്ള ഈ അണക്കെട്ടിലാണ് കഖോവ ജലവൈദ്യുത നിലയത്തിൻ്റെ ഭാഗമായി ഇത് 1956-ലാണ് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പോരിജിയ ആണവ നിലയത്തിന് ജലം ലഭിക്കുന്നത് ഈ അണക്കെട്ടിൻ്റെ റിസർവറിൽ നിന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഈ വലിയൊരു കെർസൺ ഉൾപ്പെടെയുള്ള നഗരത്തിലെ ആളുകളെ മുക്കാൻ തക്ക ശേഷിയുണ്ട് ഈ ഡാമിനെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2014-ൽ റഷ്യ പിടിച്ചെടുത്തതായി അവകാശപ്പെടുന്ന ക്രിമിയൻ ഉപദ്വീപിലേക്കും റഷ്യൻ നിയന്ത്രണത്തിലുള്ള സപ്പോരിജിയ ആണവ നിലയത്തിലേക്കും ജലവിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഡാമിൽ നിന്നാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഡാം തകർന്നതിനെ തുടർന്ന് ക്രിമിയയുടെ ഭൂരിഭാഗം ഭാഗത്തേക്കുമുള്ള വെള്ളം വിതരണം വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ റഷ്യൻ അധിനിവേശമുള്ള ഈ ക്രിമിയൻ മേഖലയിലേക്ക് ജലവിതരണം തടസ്സപ്പെടുത്തുന്നതിനായിട്ട് യുക്രൈൻ തന്നെയാണ് ഇത്തരത്തിൽ ഈ അണക്കെട്ട് ഇപ്പോൾ തകർത്തത് എന്നാണ് റഷ്യ ആരോപിക്കുന്നത്. എന്നാൽ ഇത് യുക്രൈൻ്റെ ഭാഗമായിട്ടല്ല, റഷ്യ തന്നെയാണ് ഈ അണക്കെട്ട് തകർത്തത് എന്നാണ് ഇപ്പോൾ യുക്രൈനും ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ നാറ്റോ അടക്കമുള്ള സംഘടനകൾ ഇതിനെ അപലപിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര. ശരി ആൻസില, യുക്രൈനിലെ നൊവാഖാക്കോവ ഡാം റഷ്യ തകർത്തെന്ന് യുക്രൈൻ 5 മണിക്കൂറിനുള്ളിൽ ജനവാസ മേഖലകൾ മുങ്ങുമെന്നാണ് ആശങ്കയുള്ളത്. യുക്രൈനിൽ തന്നെയാണ് ഡാം തകർത്തതെന്ന് റഷ്യ പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ആൻസില.